ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു, ഉടനെ കോഴി കൂകി. കർത്താവായ യേശു ക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കുന്ന രാത്രിയിൽ യേശു ശിഷ്യന്മാരുമായി അത്താഴത്തിനിരിക്കുമ്പോൾ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു: ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. പത്രോസ് യേശു പറഞ്ഞതുപോലെ തന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. ഉടനെ കോഴി കൂകുകയും ചെയ്തു. പത്രോസിൻ്റെ ജീവിതത്തിലെ ഈ പതനം മനുഷ്യരാശിയുടെ ജീവിതത്തിൻ്റെ പതനത്തിൻ്റെ വിശദീകരണം നൽകുന്നു. ഒന്നാമതായി, നീ എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് അത്യന്തികം ആത്മവിശ്വാസത്താൽ പറയുകയുണ്ടായി, ഒരിക്കലുമില്ല. എന്നാൽ പിന്നീട് താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. രണ്ടാമതായി, പ്രാർത്ഥനയില്ലാത്ത ജീവിതം. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് ആവശ്യപ്പെട്ടു. എന്നാൽ പത്രോസിന് ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ല. മൂന്നാമതായി, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. പത്രോസ് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാത് അറുത്തു. നാലാമതായി, തെറ്റായ കൂട്ടുകെട്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടം ഉപേക്ഷിച്ച് പത്രോസ് മഹാപുരോഹിതൻ്റെ സേവകന്മാരുടെ കൂടെ ഇരുന്ന് യേശുവിനെ തള്ളിപ്പറയുന്നു. അഞ്ചാമതായി, അവൻ്റെ പഴയ സ്വഭാവം വെളിപ്പെടുത്തുന്നു. യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും മറുത്തു പറയുവാനും തുടങ്ങി. ആറാമതായി, പത്രോസ് കർത്താവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവനെ നിരാകരിച്ചു. ദൈവനിഷേധം മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ പാപപ്രവർത്തികളിലൂടെ അവൻ എത്ര വലിയ പാപിയാണെന്ന് ബോധ്യപ്പെടുന്നു. പാപത്തിനുള്ള ശിക്ഷ നിത്യമായ നരകമാണ്. ആ ശിക്ഷയിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ സ്വയം യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ആ ജയാളിയായ കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്.